പിന്നെ അൻസാറിന്റെ ക്ലീറ്റസിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേന്ന്. ഇപ്പൊ പുരാണത്തിന് മതി ജനങ്ങൾക്ക്. അതെ. പിന്നെ ആര് തങ്കത്തിനോ? അത് കുഴപ്പമില്ലെന്നേ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ഓക്കെ. പിന്നെ അത് ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് ഒപ്പിടാൻ ഒരാള്, അങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാം ശരിയാക്കാവുന്നേ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. ആ ക്ലീറ്റസിന്റെ അഹങ്കാരം ഇനിയൊന്നും കാണണ്ടല്ലോ, എനിക്കത് മതി. സത്യം. അത് ക്ലീറ്റസ് എന്നോട് പറഞ്ഞതെന്നറിയാവോ? RDP ഒക്കെ നമ്മുടെ പാർട്ടി ഓഫീസിൽ അവന്റെ ഭാര്യ മെമ്പർ ആയിരിക്കുവാണെങ്കിൽ അവൻ ഭരിക്കുമെന്ന്. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. എനിക്ക് തോന്നുന്നതേ അവന്റെ കിളി പോയിരിക്കുവാണ്. എങ്ങനെ പോവാതിരിക്കും? നേതാവിന്റെ അടിയെ നെടുന്തലയ്ക്കാ കൊണ്ടത്. പിന്നെ കവല വന്ന് തോറ്റ ക്ഷീണം, വീട്ടിൽ പോയാലോ? അത് പിന്നെ പറയാനുണ്ടോ? അണ്ണാ, എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞായിരുന്നു. ആരോട്? മെമ്പറോടെ. അന്ന് എന്റെ 36 വയസ്സിന്റെ പെൻഷന്റെ 1000 രൂപയുടെ സർക്കാർ ഇപ്പൊ അനുവദിച്ചത് പറഞ്ഞായിരുന്നോ? ആദ്യം ഒരു അപേക്ഷ കൊടു, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റന്നേ. അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരണം. പല ആനുകൂല്യങ്ങളും ഉണ്ട്. ഇപ്പം എന്റെ പേരിലെ 10 സെന്റ് വസ്തുവിൽ 5 ഇവളുടെ പേരിൽ എഴുതി കൊടുത്താൽ ലൈഫ് മിഷന്റെ ഒരു വീട് വരെ കിട്ടത്തില്ലയോ? കൊച്ചു കാര്യമാണോ ഇത്? നേതാവ് എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ. അന്ന് അൻസാർക്ക് അത് ചെയ്തു തന്നില്ല. എങ്ങനെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അപേക്ഷ കൊടു, തങ്കത്തിനോട് പറഞ്ഞ് ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ ഏറ്റത്. അതെ, ശശിയണ്ണ ഏറ്റതില്ലയോ? അതെ, അത്രേ ഉള്ളൂ. അല്ലേലും എറിയാന്നുള്ളവർക്ക് ആരും വടി കൊടുക്കൂല. എറിയാൻ്റെ കാര്യം എന്താ നീ ഉദ്ദേശിച്ചത്? എനിക്ക് വല്ലമായിരുന്നു ആ സ്റ്റേജ് കിട്ടി. നീ ഇപ്പൊ തകർത്താനാ പ്രസംഗിച്ചു. നീ തകർന്നടിഞ്ഞേനെ. സ്റ്റേജിൽ അങ്ങ് നിൽക്കുമ്പോഴേ ഇപ്പൊ ഇവിടെയൊക്കെ ഇരുന്ന് ഇതെല്ലാവർക്കും പറയാൻ പറ്റും. സ്റ്റേജിൽ അവിടെ കയറി അങ്ങ് നിൽക്കും. അപ്പൊ നമ്മളെ മാത്രം എല്ലാവരും ഇങ്ങനെ നോക്കണ പോലെ തോന്നും. അങ്ങനെ തോന്നുന്നല്ലോ, എല്ലാവരും നമ്മളെ തന്നെ നോക്കുമല്ലേ. ആ മൈക്കിലും കൂടി പിടിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ, എൻ്റെ അമ്മേ, ഹലോ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ മൈക്കിന്റെ ഒച്ചയില്ലേ, അത് നമ്മുടെ കാതിലോട്ട് ഇങ്ങനെ വന്ന് ഒരു ഇച്ചിരി കഴിയുമ്പോഴാണ് നമ്മുടെ കാതിൽ വന്ന് വീഴണേ. നമ്മൾ പറയണ ശരിയാണോ തെറ്റാണോ? എൻ്റെ അമ്മേ, അവിടെ പോയി നിന്നാലുണ്ടല്ലോ നമ്മളെ ആരാണെങ്കിലും തല കറങ്ങി വീഴും. ഒന്നുമല്ല, നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് പറയാനുള്ള നെഞ്ചു വിളിച്ച് പറയണം. ഞാനൊക്കെ ആണെങ്കിൽ പറഞ്ഞാണ്. എനിക്കൊന്നും ഒരു സ്റ്റേജ് ഫിയറും ഇല്ല. ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഞാനും പറയും. അതുകൊണ്ടല്ലേ ഞാൻ അന്ന് സ്കൂളിൽ പ്രസംഗിക്കുമ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയേ. കണ്ട, ഇവന് പോലും പറ്റുന്നു. പിന്നെ എനിക്ക് ഇവനും ഒക്കെ ഡാഡിയുടെ ജീനാണ് കിട്ടിയെന്ന് തോന്നുന്നു. അമ്മയുടെ കിട്ടാതെ നന്നായി. ജീൻസ് അല്ലെന്ന്, ഡാഡിയുടെ ആ ഒരു പ്രസംഗിക്കണ ഇതാണ് എനിക്ക് ഇവനും കിട്ടിയത്. അയ്യോ, എന്തൊക്കെയായിരുന്നു അവിടെ കിടന്ന് താത്തി തൂത്തൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ആദ്യം കൊറേ നേരം സ്റ്റക്കായിട്ട് നിന്നോ. അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പഠിക്കണേ. ഇനി എന്നെ വേറൊരു സ്റ്റേജിൽ ഞാൻ നിന്ന് നോക്കട്ടെ, അപ്പൊ കാണാം. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതൊക്കെ എനിക്ക് വരും. പതുക്കെ പതുക്കെ വന്നാ മതി. സൂചി നൂലോ? എന്തിയടാ വന്നെടുക്കോ? ഇതാണ് മേളത്ത് താഴെ കിടന്ന് കിട്ടി. ബട്ടൺസ് പൊട്ടിച്ചോളഞ്ഞോ? അയ്യെ കഴിവിട്ടിരുന്ന അതിന്റെ ബട്ടൺസ് പൊട്ടി, ആ കയറ് വലിഞ്ഞാന്ന് തോന്നുന്നു. താഴെ കിടന്ന് ബട്ടൺസ് എടുത്തു. എന്താടാ എന്നാ എന്തിനാ ഇത്? കഴിവിട്ടാണ്ട് ബട്ടൺസ് പോയി. കിട്ടി, സാധനം കിട്ടി. തയ്ക്കാൻ പിന്നെ ഇങ്ങ് തന്നാ പോരെ, ഞാൻ തയ്ച്ചു തരൂലേ? പഴയതുപോലല്ലോ. ഇപ്പൊ ചേട്ടത്തി മാത്രമല്ലല്ലോ, ഒരു വാർഡിന്റെ മെമ്പറല്ലേ. മെമ്പറെ കൊണ്ടൊക്കെ സൂചി നൂലും കൈത്തൈല് ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറച്ചില്ല. ആക്കുവാണല്ലേ? ഒരിക്കലും ഇല്ല, അഭിമാനത്തോടാ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് അതിന് ആ കളറ് ചേരുവോ? ഇത് മതി, വർക്ക്ഷോപ്പിലൊക്കെ ഇടുന്നില്ല, കുഴപ്പമില്ല. ഓടി നിന്റെ പരിപാടി പങ്കെടുത്ത 1-2 വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടതാ കേട്ടോ. എടി വേണേ കുറച്ച് നീ പഴയതുപോലെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ മേടിച്ചിട്ടൂടെ നിനക്ക്? കൂറ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് പറയാൻ എല്ലാവർക്കും പറ്റും. ഇടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ആരെങ്കിലും മേടിച്ചു തരാൻ വേണ്ടേ?
ക്ലീറ്റോനോട് ചോദിച്ചാൽ പിന്നെ പുരാണ ശശിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അച്ഛോ. ഒരു വണ്ടിയുടെ എഞ്ചിൻ പണി വന്നിട്ടുണ്ട്, അതിന്റെ പൈസ ഇട്ടപ്പോ മെമ്പർക്ക് എന്റെ വക ഒരു ജോഡി ഡ്രസ്സ്. പിന്നെ ആരും വാങ്ങിച്ചു കൊടുക്കണ്ട. ചേച്ചിക്ക് ആവശ്യം പോലെ എന്റെ ക്ലീറ്റോ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് അവൾ ഇട്ടാച്ചാ മതി. അതല്ല, മേടിച്ചൊക്കെ കൊടുക്കും. ചേട്ടാ മെമ്പർക്ക് മുകുന്ദേഷിനെ മനസ്സിലായോ? ആ പിന്നെ അന്ന് പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പുള്ളിയുടെ ഭാര്യയ്ക്ക് 36 വയസ്സ് കഴിഞ്ഞവരുടെ ആ ഇതിന്റെ കാര്യം, പെൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതേ. അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ലൈഫ് മിഷന്റെ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് മെമ്പർ ഒന്ന് ഒപ്പിട്ട് കൊടുത്താലേ അത് കിട്ടത്തുള്ളൂ. ഞാനെന്തിനാ ഒപ്പിട്ട് കൊടുക്കണേ? ഞാനിവിടെ ഒപ്പിട്ട് കൊടുക്കേ? അതിന് കാർഡ് കിട്ടണമെങ്കിലേ അത് മെമ്പർ വന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയാലേ കിട്ടത്തുള്ളൂ. അപ്പം ഞാനൊപ്പിട്ടാ കിട്ടുമോ? കിട്ടും. ആ മുകുന്ദേഷേ, ഇനി ഇതിന്റെ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തണ്ട. എന്തെങ്കിലും ഉണ്ടെ മെമ്പറോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ ചെയ്തേക്കാം. ആ അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയാ പോരെ? അയ്യോ വേണ്ട, അതൊക്കെ പിന്നെ ആവാം നമുക്ക്. ശരി, ആ എന്നായിക്കോട്ടെ. എന്റെ പൊന്നേ, മെമ്പറെ പവർ കണ്ടോ? എന്തൊരു മഴയല്ലേ, എപ്പൊ തുടങ്ങിയത് പണ്ടാരം. ഞാനാണെങ്കിൽ തുണിയെല്ലാം ബെഡ്ഷീറ്റെല്ലാം എടുത്ത് നനയ്ക്കുകയും ചെയ്തടി. ഈ മഴയത്താ ഒരു ഭ്രാന്ത് തോന്നിയതാ. 4 വേങ്ങന്നേടി. എന്താണ് അത് തീർന്നിട്ട് മെഴുക്ക് വരട്ടി വെക്കാൻ. നാളെ ഇത് മസാല ദോശ. നിനക്കൊക്കെ കിഴങ്ങ് മാത്രമാണ് വീട്ടിലുണ്ടാക്കിയത്. ഉപ്പുമാവെന്ന് മാറിയപ്പോ പിന്നെ നാളെ മസാല ദോശയാന്ന് പറഞ്ഞില്ലേ? മറ്റേ സാധനം ഇപ്പോഴും ഉണ്ട്, പപ്പായ. അയ്യോ, 4 എണ്ണം ചോദിച്ചാൽ 4 എണ്ണം തരും. ഇത് 2 ചെറുത് ഒന്നായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ. മതി ക്ലീറ്റോ ഇല്ല നാളെ. പിന്നെ കാര്യം പറയുന്നത്, ആരെങ്കിലും സൈൻ ഇടുന്നൊക്കെ പറയുമ്പോ അവിടെ ഇവിടെ ഒന്നും സൈൻ ഇടരുത്. അതായത് ഞാൻ മറ്റേ മാമി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയേ. അപ്പൊ ഈ BPL കാർഡ് എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. തീരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതെ, അതൊക്കെ എനിക്കറിയാം. അറിയാന്ന് പറഞ്ഞ അയാൾക്ക് അങ്ങനെയുള്ള ചുറ്റുപാടുണ്ടോന്ന് ചേച്ചി പോയി അന്വേഷിക്കണം. അയാൾക്കുണ്ടോ ഇല്ലയോന്ന് അറിയില്ലല്ലോ. അത് അന്വേഷിക്കണോന്ന് അതാ അവള് പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ വിഡോസും ഡിസബിലിറ്റി ഉള്ളവർക്കാണ് മുൻഗണന. നമ്മള് പാവങ്ങളാ, അതുകൊണ്ട് നിന്നെ കൊണ്ട് പ്രയോജനം കിട്ടുന്നത് പാവങ്ങൾക്കായിരിക്കണം. അത്രേ ഉള്ളൂ. അർഹതയുള്ളവർക്കേ കൊടുക്കാം. അതെ, അല്ലാതെ കണ്ണി കണ്ടവന്മാർക്കൊന്നും എടുത്ത് കൊടുക്കുക. അപ്പൊ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കണ്ടേ? അത് വേണം, അന്വേഷിക്കണം. ഞാൻ ഒറ്റയ്ക്ക് പോണെങ്ങനെ? നിങ്ങൾ ആരെങ്കിലും വരുമോ? അയ്യോ, ഇത് കല്യാണമാണ്. എടി ഒന്ന് പാടി. അമ്മായിക്ക് ഒരു പണിയില്ലല്ലോ. ഞാൻ വരാം, നമുക്ക് രണ്ടുപേരും കൂടെ പോവാം. അമ്മായി എവിടെ പോണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്നെ കൂടെ കൊണ്ടുപോയി. ഞാൻ വരാം. നമുക്ക് നാളെ പോകാം. ഒരു 10 മണിയാകുമ്പോ ഇറങ്ങാവേ. അമ്മായി അങ്ങ് സെക്രട്ടറി ആയിട്ട് കൂടെ നടക്കുക എന്റെ അടുത്ത്. ഇനിയൊന്നും ഇല്ല, ഇത്ര ദാരിദ്ര്യമാണ്. ഇതെന്താ ഞുണ്ണിക്ക സവാള മറന്നു? അത് മൊത്തം തീർത്തേ. ഇന്ന പിടി, 3 വേണം? പെണ്ണിന്റെ ക്ലീറ്റോ ചേട്ടൻ മാത്രം ഞാൻ തന്നെ. ഇതാണ് അത്യാവശ്യം. മല്ലിയല വേണ്ടേടി. ആകെ 2-3 തണ്ടേ ഉള്ളു. പിന്നെ ആ തൂങ്ങി ഇവളത് വെറുതെ ചീച്ച് കളയാൻ വേണ്ടിട്ടേക്കണം. എടുത്തോണ്ട് പോ ചെല്ലിൻ. എന്നാ ഇതും കൂടെ ഇനി ഒന്നുമില്ല, നോക്കണ്ട. പോ. പച്ചമുളകുണ്ടോ? ഈ പഞ്ചായത്തിന് മെമ്പർക്ക് സഹായത്തിന് പോകുന്നവർക്ക് പഞ്ചായത്തിൽ നിന്ന് സാലറി വല്ലതും കിട്ടുമോ? സാലറി അല്ല, ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞ അരസെന്റ് സ്ഥലം എഴുതി കൊടുക്കണമെന്നാ. തരട്ടെ? അത് വേണ്ട, തരട്ടെ? വേണ്ട. ആണെങ്കിൽ നടക്ക അങ്ങോട്ട്, ആ ദേഹമൊക്കെ അങ്ങ് ഇളകട്ടെ അങ്ങോട്ട്. ഓ, ദീപിന് ഭയങ്കര സ്ലിം ബ്യൂട്ടി അല്ലേ? അയ്യോടി. തമ്പിയണ്ണ, തമ്പിയണ്ണ, പുതിയ മെമ്പറും അമ്മായിയും കൂടെ എങ്ങോട്ടാ? ഇവക്ക് ഇവിടെ ഏതോ ഒരു വീട് നോക്കാനുണ്ടെന്ന്. ഇൻസ്പെക്ഷൻ. ആണോ? ഇത് നടക്കുന്നല്ല, തടിയൊക്കെ ഒന്ന് കുറയട്ടെ. ഇൻസ്പെക്ഷൻ എന്താണ് മനസ്സിലായില്ല. അവർക്ക് എന്തോ BPL കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ വീടൊക്കെ ഒന്ന് കണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് കിട്ടുമോ? ആ, സാമ്പത്തികമൊക്കെ നോക്കണ്ടേ? അങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യണം. എന്റെ കൂടെ പണ്ട് നാടകത്തിലുള്ള ഒരു വിനോദ് എന്ന് പറയുന്ന പയ്യനുണ്ട്. അവന്റെ വീട് വളരെ അധോഗതിയാണ്. ഒരു ദിവസം തളർന്നിട്ടേ ആശുപത്രിയിലാണ്. സഹായത്തിന് ആ കുടുംബത്തിൽ വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തേലുമൊക്കെ ഒന്ന് കിട്ടിയാലേ അവന്റെ വീടൊന്നും കണ്ടാൽ ഉപകാരമായിരുന്നു. ഇപ്പൊ ഇത് നോക്കാനുണ്ടല്ലോ ഇവിടെ. അല്ലെ, ഈ വീട് നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി. ആ, അന്ന് തമ്പിയണ്ണനും കൂടെ വാ. ഞാൻ കൂടെ വരാം. എന്നാ അത് നോക്കിയിട്ട് അങ്ങ് പോവാം. ആയിക്കോട്ടെ, എന്നാ വാ. ഇത് തന്നെയല്ലേ വീട്? എന്ത് വലിയ വീട് തമ്പിയണ്ണ, ഇത് തന്നെയല്ലേ വീട്? ഇതാ വീട്. അങ്ങനെ പറഞ്ഞു.
ഇതേതാ മെമ്പർ വരുന്നുണ്ട് ചേട്ടാ. അതെയോ? ദേ, പിന്നെ ഒരു താളത്തിൽ കാര്യങ്ങളൊക്കെ നയത്തിലങ്ങ് പറഞ്ഞേക്കണം. അത് ഞാനേ ശശിയണ്ണ ഏറ്റിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ്. എന്നാലും നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം. നമസ്കാരം. വീടിന് സൗകര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ. BPL കാർഡ് ആക്കിയാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ അതിനാകുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമല്ലോ. എന്തെങ്കിലും മാഡം ചെയ്ത് ഈ കാർഡിലോട്ടൊന്ന് മാറ്റി കിട്ടിയാലേ ഇവക്ക് പെൻഷനും ഇല്ല. ആകെ 38 വയസ്സുണ്ടോ, കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ. കണ്ട ഒരു 50-55 തോന്നിക്കുമല്ലേ? ഇതാരാ? ഇത് വീടിനടുത്തുള്ള നിങ്ങളാരാ? ഞാൻ അമ്മായി. കാറ് ഞങ്ങളുടെ രണ്ട് കാറല്ലേ? ഒരെണ്ണം പിന്നെ വാങ്ങിച്ചതാ. ആദ്യം ഇതാ വാങ്ങിച്ചത്. ബുദ്ധിമുട്ടുണ്ടല്ലോ. പ്രയാസമാണ്. പിന്നെ ഈ കാർഡൊന്ന് മാറ്റി കിട്ടിയാലേ സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ച പെൻഷൻ ഈ കിട്ടും. ആ പ്രയാസങ്ങൾ മാറി കിട്ടും. ഒരു മിനിറ്റ്. അത് വേണം. മെമ്പറെല്ലാം ശരിയാക്കി തരും കേട്ടോ. അതൊക്കെ തരും. വലിയ താമസം എടുക്കുമായിരിക്കും. പെട്ടെന്ന് ശരിയാവും, പെട്ടെന്ന് ശരിയാവും. എന്താ ആവശ്യം എന്തായിരുന്നു? എന്താ സംഭവം എന്തായിരുന്നു? ഇപ്പൊ സർക്കാർ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചില്ലായിരുന്നു. അതിന്റെ 38 വയസ്സല്ലേ ആയുള്ളൂ. ശരി ശരി. അപ്പൊ ശരിയാവും. അകത്ത് തീരെ സൗകര്യമില്ല. ഒരു ചെറിയ ഇടനാഴിയും 4 മുറിയും. അതെ അതെ. ഒരു കൊച്ചു ഫാമിലിക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റിയ. അതെനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഇത്രയും കൊച്ചു വീട് അല്ലേ. ഞാൻ ഇത് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. സെക്രട്ടറിക്ക് ഒപ്പിട്ട് കൊടുത്തേക്കാം. എന്തായാലും BPL കാർഡ് ഞാൻ തീരുമാനമാണ് ഞങ്ങളുടെ ജീവിതം. അറിയാം. BPL കാർഡ് റെഡിയാക്കും. സന്തോഷം. പൊക്കോട്ടെ എന്നാ. ഇവർക്ക് കാർഡ് ശരിയാക്കി കൊടുക്കാൻ പോകണം. ഇത്ര തെറ്റപ്പുള്ളവര് തമ്പുരാന്. ശശി അണ്ണൻ ഓക്കെ ആക്കും. എന്നാലും ഒരു പേടിയുണ്ടല്ലേ. ഇതാണ് വീടിന്റെ അവസ്ഥ. ഇപ്പൊ എന്തെങ്കിലും സഹായം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ആശുപത്രിയിലൊന്ന് പോയിട്ട് ആ പയ്യനെ ഒന്ന് കാണാം. ആയിക്കോട്ടെ. അപ്പം ഈ വീടിന്റെ കാര്യത്തിന് മുമ്പായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായം വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഡിസ്ചാർജ് ഉടനെ വരും. ബാത്റൂം ആണ് ഒരു നടക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ? പറ്റില്ല. ഈ പുറത്തുള്ള ബാത്റൂമിൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ മാത്രമേ ഉള്ളൂ, പ്രായമല്ലേ. ഇപ്പം അവന് അകത്തൊരു ബാത്റൂം എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് കാർഡിന്റെ കാര്യം നോക്കാം. ഇത് പറയുമ്പോൾ തന്നെ അവന്റെ പകുതി ദിവസവും മാറും. വളരെ സന്തോഷം, വളരെ സന്തോഷം. പോകാം അമ്മായി. എന്റെ കൂടെ കാണുന്നത് കഷ്ടം. ഒരു പൂരാടോ മൂന്തേശു എല്ലാം ഉടായ്പ സാധനങ്ങളാ. തങ്കച്ചേട്ടത്തി എനിക്കൊരു കാര്യം പറയാം. ഇപ്പൊ ജയിപ്പിക്കാൻ കൂട്ടുന്നത് പൂരാടോ RDP ആണെന്ന് തന്നായാലും തങ്കച്ചേട്ടത്തി വെറുതെ കയറി അഴിമതിക്ക് കൂട്ടു നിൽക്കരുത്. അത് ഭയങ്കര ചീത്തപ്പേരാവും. സത്യം. ഇത് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അഴിമതി ചെയ്യുന്ന പോലെയാണ് അമ്മ. എനിക്കും അങ്ങനെ രാജീവ് ഗാന്ധി ഒക്കെ പൊട്ടിത്തെറിച്ച പോലെ എന്നെ ഒരു പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നാ തോന്നുന്നത്. ഒരു പൊട്ടിത്തെറിക്കലും ഇല്ല. ചേച്ചിയുടെ ഭാഗത്താണ് ന്യായം. അപ്പൊ ആരെന്ത് ചെയ്യാനാ? ഒരു കാര്യവും ചെയ്യാൻ പോകില്ല. ധൈര്യമായിട്ടിരിക്കും. ന്യായത്തിനകത്തൊന്നും ഒരു കാര്യമില്ല. തങ്കച്ചേട്ടത്തി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഒരു പാർട്ടിക്ക് അതിൻ്റെതായ ചില അജണ്ടകളുണ്ട്. ഇവക്ക് അതൊന്നും അറിയില്ല. പാർട്ടി എന്താ രാഷ്ട്രീയം എന്താ നമുക്കറിയോ? അയ്യോ അങ്ങോട്ട് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളു. തലകുത്തി വീഴാതെ നോക്കിയോ. വെക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഈ ഏരിയയിൽ RDPയുടെ നേതാവെന്ന് പറയുന്നത് പൂരാടമാണ്. തങ്കച്ചേട്ടത്തി മെമ്പർ ആയിട്ടേ ഉള്ളൂ. പക്ഷെ പൂരാടത്തിന് ധിക്കരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്കച്ചേട്ടത്തേക്ക് ഒറ്റയ്ക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റൂലെന്ന്. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാ നിന്നത്? ക്ലീറ്റോയ്ക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നത്. ഞാൻ തോറ്റു. ഒന്നില്ലെങ്കിൽ ഞാൻ തോക്കണം. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ അന്ന് പറഞ്ഞത്. അതേപോലെ പ്രമുഖന്മാരാ എപ്പോഴും ഭരിക്കുന്നത്. എന്റെ ചേച്ചി രാഷ്ട്രീയത്തിന്റെ കൊടുമുടിയാണ് ക്ലീറ്റോ ചേട്ടൻ. ക്ലീറ്റോ ചേട്ടൻ പറയണ പോലെ അങ്ങ് ചെയ്യും. വേറെ ഈ പൂരാടോ ആരും പറയണത് കേൾക്കണ്ട. പക്ഷെ ക്ലീറ്റോ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. ചോദിക്കണം. ചോദിച്ചാലും ക്ലീറ്റോ മച്ചമ്മ പറയുന്നത് എങ്ങനെ അറിയാം? മേൽക്കടവും പറഞ്ഞ് അനുസരിക്കാനേ പറ്റൂ. ഇവിടെ ഇപ്പം രാഷ്ട്രീയ പ്രമുഖൻ ജനകീയ നേതാവ് എന്ന് പറയുന്നത് ക്ലീറ്റോ മച്ചമ്മ. പക്ഷെ മച്ചമ്പിക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് അപ്പുക്കുട്ട സാറിന് അനുമതി വേണം. അപ്പുക്കുട്ട സാറിന് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് കേന്ദ്രത്തിന് അനുമതി വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. തമ്പിച്ചേട്ടൻ വരുന്നു. മീറ്റിംഗ് ആണോ എല്ലാവരും? ഇതെവിടെ പോയി? തങ്കത്തെ ഒന്ന് കാണാറിങ്ങി. ഞാൻ
അത് വേണ്ട, കുഴപ്പമില്ല, നിൽക്കാം. ഇന്ന് നമ്മളൊരു വീട്, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ, വിനോദിന്റെ വീട്ടിൽ അമ്മായി ഏട്ടൻ നമ്മൾ പോയില്ലേ. അപ്പൊ ഞാൻ അമ്മയും അവനും ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ മെമ്പർ പറഞ്ഞ, തങ്കം പറഞ്ഞ കാര്യം ഞാൻ അവരോട് സംസാരിച്ചു. അവര് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു പോയി കേട്ടോ. കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര വല്ലാതെ എനിക്കും തോന്നിയിട്ട്. അവർ പറയുന്നത് ഇത്രയും കാലമായിട്ടും ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പുതിയ ആൾ വന്നൊരു സഹായം പറഞ്ഞപ്പോഴേ 100 പുണ്യം കിട്ടുമെന്നാ പറഞ്ഞു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചു. സന്തോഷമുള്ളൂ, ഞാനും കാരണം ഒരാൾക്കൊരു നന്മയുണ്ടാവും. അത് വലിയ സന്തോഷമായി. ഞാൻ പോട്ടെ. അവിടെ ഒറ്റയ്ക്ക് ഇല്ല, കുഴപ്പമില്ല, കാണാം. എന്നാ ഓക്കെ. ചേച്ചി ഇനി ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ എന്തായാലും ചെയ്യും. ചെയ്ത് കൊടുത്താ മതി. ഇതിന്റെ മറ്റേന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് ചാടിക്കേറി ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്ന് ആലോചിക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വാർഡിലുള്ളവരുടെ നെഞ്ചിലേക്ക് ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലീറ്റസ്. നല്ലതാ. ഉറങ്ങണില്ലേ പൊന്നെ? എന്താടി എന്താടി? എന്തോ ഉണ്ട്, എന്തോ കാര്യം സാധിക്കാനുണ്ട്. പറഞ്ഞു. പിന്നെ കാര്യം സാധിക്കാൻ പറ 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 പറ. അല്ലാതെ ഇപ്പൊ എനിക്കൊരു ഉമ്മ തരേണ്ട കാര്യമില്ല. അത് പറഞ്ഞാ ശരിയാവും. പറ, ഞാൻ നോക്കട്ടെ എന്താന്ന്. അല്ല, അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഭയങ്കര പ്രൗഡ്. പൗഡർ അല്ല, ഷാമ്പു. ഞാൻ ഒന്നും പറഞ്ഞു. എന്താന്ന് പറയാൻ? പ്രൗഡ്, അഭിമാനം തോന്നുന്ന അമ്മ ഇപ്പൊ. എനിക്കും ഉറങ്ങിയില്ലേടാ ഇതുവരെ നീ? ഇവനുണ്ടല്ലോ, രാത്രി കിടന്ന ചെറുക്കന് ഉറങ്ങൂല. രാവിലെ വിളിച്ചോണ്ടിരുന്ന് മനുഷ്യന്റെ പാട് വരും. ഞാൻ ഉറങ്ങി. ഉറങ്ങി. ഉറങ്ങ മതി അഭിമാനിച്ചത്. അതേ, ആ അമ്മിണി ചേച്ചി വരും. ചിട്ടി പൈസ ബാക്കി കൊടുക്കാനുള്ളതാ, അതങ്ങ് കൊടുത്തേക്കണേ കേട്ടാ. അമ്മ ഇപ്പൊ സ്ട്രേറ്റ് ഹോസ്പിറ്റലിൽ പോവാണോ? ഹോസ്പിറ്റലിലോട്ട് വേണം. തമ്പിയണ്ണനും വരുന്നുണ്ട്. ആ ചേട്ടന്റെ അമ്മയാണ് ഇപ്പൊ വിളിച്ചത്. പാവം. എന്തോ പറഞ്ഞത്? നാളെ ഡിസ്ചാർജ് ആവുന്നത് കഴിഞ്ഞ് വീട്ടിൽ വെച്ചിട്ട് ഇത് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ഇന്ന്. ഫിസിയോതെറാപ്പിയോ? നല്ല പൈസ ആവൂലേ അതിന്? പൈസയൊക്കെ ആവും. ഞാൻ ഈ പാലിയേറ്റീവ് കെയറുകാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് സ്പ്രിങ് ബെഡ് എന്ന് പറഞ്ഞ ബെഡില്ലേ, ഈ അസുഖമുള്ളവരൊക്കെ കിടക്കണതാ. അപ്പൊ അതൊരെണ്ണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ മറ്റേ ഫിസിയോതെറാപ്പിയാ? അതാ, അതിനിപ്പോ എന്തെങ്കിലും ചെയ്യണം. എന്തായാലും നമ്മള് തീരുമാനിച്ചു പോയില്ലേ. ആരെങ്കിലും കണ്ട് ശരിയാക്കാം. അല്ലാതെ എന്താ ചെയ്യണേ? ഞാൻ എന്നാ പോട്ടെ. ഇപ്പൊ അമ്മ സംസാരിക്കുമ്പോ കറക്റ്റ് ഒരു മെമ്പറൊക്കെ സംസാരിക്കുന്ന ഒരു പവർ ഉണ്ട്. ശരിയാ. തമ്മിണ്ണ വന്നിരിക്കുന്നു. ആണോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, എന്റെ ഫോണൊന്നും മറക്കല്ലേ ചേച്ചി, അതൊക്കെ അത്യാവശ്യമാണ്. കാണുന്നില്ല കേട്ടോമേ. ഈ തങ്കം മെമ്പറായപ്പോഴേ ശരിക്കും ഞാൻ പേടിച്ചു. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. പക്ഷെ നല്ല പ്രവർത്തനമാണ്, ഡീസന്റ് ആള്. അതേ വന്നു. തമ്പിയണ്ണ, നാളെ അവരുടെ അമ്മ വിളിച്ചിട്ടുണ്ടായി. നാളെയാണ് ഡിസ്ചാർജ്. അപ്പൊ ഞാനേ ഒരു സ്പ്രിംഗ് ബെഡ് കിട്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ തമ്പിയണ്ണന്റെ കൈ തന്നത് അവിടെ വീട്ടിലെത്തിക്കോ? പിന്നെ എപ്പോ കൊടുത്തെന്ന് ചോദിച്ചാ പോരെ. എന്തെങ്കിലും സഹായം വേണം, ഞാനിവിടെ വരാം. അല്ല, ബ്രെഡ് അല്ല, ബെഡ് കിടക്കുന്ന. അതാ കോമഡി. അതൊക്കെ നമസ്കാരം. നമസ്കാരം അമ്മേ. നമസ്കാരം. ഇന്നലെ മുകുന്ദേഷിന്റെ വീട്ടിലൊക്കെ പോയിരുന്നല്ലേ? പോയായിരുന്നു. കണ്ടു. അപ്പൊ പിന്നെ ഇനി താമസിപ്പിക്കണോ? നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് ഒപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശശിയണ്ണ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെ BPL കാർഡ് കിട്ടും? സ്വന്തമായിട്ട് വണ്ടി, 2 നില വീട്, നല്ല സാമ്പത്തികം. അവിടെ ആരോടും ചോദിച്ചാൽ ഇയാൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളല്ല. പിന്നെ ഇയാൾ എങ്ങനെയാണ് ഈ BPL കാർഡിന് അർഹനാണത്? അതിനകത്ത് ഒപ്പിടാൻ എനിക്ക് ബുദ്ധിമുട്ടാ. തങ്കം, അത് മോശമാണേ. തങ്കത്തിനെ മെമ്പറാക്കാൻ അറിയാമെങ്കിലേ ഒപ്പിടിക്കാനും എനിക്കറിയാം. എന്നെ മെമ്പറാക്കിയത് ശശിയണ്ണനാണോ? അല്ല, ഈ നാട്ടിലെ ജനങ്ങളാ.
അവരുടെ ഇടയിൽ ഇതിന് അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരാണ് എനിക്ക് പ്രധാനം. ശശിയണ്ണ നീ എന്തിനാ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരുന്നോ? ചേച്ചി അത് കലക്കി. അത് കിടിക്ക്. പൂരാടാ ചേച്ചിയുടെ ഫ്യൂസ് ഊരി. തമ്പിയണ നമുക്ക് കുറെ പണിയുണ്ട്, പോവാം. നീ വരുന്നില്ലേ? പിന്നെ ഫോട്ടോ ഇടിയുന്ന കഞ്ഞിയുടെ മുട്ട നിവർക്കുമ്പോ നോക്കണം, പൊള്ളിക്കരുത്. നടക്ക് മെമ്പറെ അങ്ങോട്ട് പോടേ.